ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്ട്രോളർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് ലൂസിഫർ 2 എംപുരാൻ. ദ സെക്കൻഡ് മോസ്റ്റ് ഹൈപ്പസ്റ്റ് മൂവി ഇൻ 2024. 2024 എന്നല്ല, മാറിപ്പോയതാണ്, 2025. ഫസ്റ്റ് പാർട്ട് ആണ്, എന്തായാലും വരട്ടെ. കാസ്റ്റിങ്ങിലോട്ട് കിടങ്ങുക. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ലാലേട്ടൻ, രാജുവേട്ടൻ, മഞ്ജു വാര്യർ, പിന്നെ ടൊവിനോ തോമസ്, അഭിമന്യു സിംഗ്, എറിക്ക്. മീൻസ് ഒരു ഫാൻസ് ആക്ടറാണ്, നിങ്ങൾക്ക് അറിയാതിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉള്ള വല്ല പടം കണ്ടിട്ടില്ല. പിന്നെ ജയറാം അമണ്ണൻ, മീൻസ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലുള്ള ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങേര്. പിന്നെ ഒരു ക്യാമിയോ ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പതുക്കെ പറയാം, ലാസ്റ്റ് ആവുമ്പോൾ പറയാം. പിന്നെ ബൈജു ചേട്ടൻ, നന്ദു ചേട്ടൻ, പിന്നെ സൈകുമാർ, ശിവാജി ഗുരുവായൂർ, ഇന്ദ്രജിത്ത്, ശിവദ, സുരാജ് വണ്ണാറമൂട്, സത്യജിത്ത് ശർമ്മ, പിന്നെ നമ്മുടെ ജൂനിയർ കാർത്തികേയ, മീൻസ് നമ്മുടെ തല്ലാറിൽ പൃഥ്വിരാജിൻ്റെ ചെറുപ്പമായിട്ട് അഭിനയിച്ചില്ലേ ആ ചെറുക്കൻ. പിന്നെ അനീഷ് ജി മാഹൻ, മണികുട്ടൻ എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, രാജുവേട്ടനാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറി എഴുതിയിരിക്കുന്നത് മുരളി ഗോപിയാണ്. സ്ക്രീൻ പ്ലേ അങ്ങനെ തന്നെയാണ്. DOP ചെയ്തിരിക്കുന്നത്, മീൻസ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സുജിത് വാസുദേവാണ്. പിന്നെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസുഫാണ്. പിന്നെ മ്യൂസിക് എഴുതിയിരിക്കുന്നത് ദീപക് ദേവാണ്. വേറൊന്നും ഈ പടത്തിനെ കുറിച്ച് കാസ്റ്റ് ആൻഡ് ക്രൂ വെച്ച് നോക്കുമ്പോൾ വേറെ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ക്യാമറ ആരാന്ന് ഞാൻ അവസാനം പറയാം. ഓക്കെ, പാട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു തീപ്പൊരി ഐറ്റം ആഫ്റ്റർ ലിയോ. മീൻസ് ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് ലിയോയ്ക്ക് ശേഷം, പക്ഷെ തീപ്പൊരി വൈസ് നോക്കുമ്പോൾ ഒരു തീപ്പൊരി സാധനം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. മീൻസ് ഇത്ര നാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സിനിമ എന്ന് എന്നോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലിയോ ആൻഡ് KGF 2 എന്നേ ഞാൻ പറയുമായിരുന്നുള്ളൂ. പക്ഷേ ഇനി തൊട്ട് ലിയോ, എമ്പുരാൻ, KGF 2 അങ്ങനെ ഞാൻ പറയുള്ളൂ. പടത്തിൽ ക്യാമയുടെ പെർഫോമൻസിൻ്റെ ഒക്കെ കാര്യം ഞാൻ അവസാനം പറയാം. അല്ലാത്തവരുടെ അഭിനയം വെച്ച് നോക്കുമ്പോൾ സൂപ്പർബ്. അവർ നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ ഒരു ലാഗും ഇല്ല. മ്യൂസിക് ഈസ് സൂപ്പർബ്. സോങ്സ് ആണെങ്കിലും, പിന്നെ നമ്മുടെ സോങ്സ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എല്ലാ പാട്ടും ഒന്നാണ്. പിന്നെ അതിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എമ്പുരാൻ പാട്ട്. എമ്പുരാനേ ആ പാട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയെന്നേ ഉള്ളൂ, ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തു, അത്രയേ ഉള്ളൂ. പിന്നെ കടുവൾ പോലെ പാട്ട് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കടുവ 2.0 ഉണ്ട്. പിന്നെ ഫിർസിന്ദ എന്ന് പറയുന്നൊരു പാട്ട്, അത് ട്രെൻഡിങ് ആയ പാട്ടാണത്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് കേട്ടിട്ടുള്ളവർ കുറവാണോ അല്ലെങ്കിൽ ശരി കൂടുതലാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ട്രെൻഡിങ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ പറയാനുള്ളത്, ഞാൻ ഈ സിനിമ ആലുവ ക്യാസിനോയിലാണ് പോയാണ് കണ്ടത്. ഫ്രണ്ട് സീറ്റ് എന്നല്ല, ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന നോക്കുമ്പോൾ സെക്കൻഡ് റോ, പക്ഷേ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ സെക്കൻഡ് ലാസ്റ്റ് റോ എന്നാണ് പറയണം. മീൻസ് റോ. യെസ്, ഓക്കെ. രാവിലെ 10 മണിക്ക് ആയിരുന്നു പടം കാണാൻ പോയത്, ഇപ്പോഴാണ് ഞാൻ എത്തിയത്. പിന്നെ വിഷ്വൽസൊക്കെ ടോപ്പ് മോച്ച്. ഒരു ഹോളിവുഡ് ലെവൽ പടം മലയാളത്തിന് കിട്ടി. എന്തായാലും ചിലവർ ഒരുപാട് റിവ്യൂവേഴ്സിനോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ റിവ്യൂവേഴ്സ് എന്നല്ല, അനാലിസിസ് ചെയ്യുന്നവർ, മീൻസ് സിനിമ അനാലിസിസ് ഒക്കെ ചെയ്യുന്നവരോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യ ദിവസം 100 കോടി അടിക്കും.
അതിനുള്ള എല്ലാ സാധനവും ഈ പടത്തിലുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ അടിക്കൂലായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും 500 കോടി അല്ലെങ്കിൽ ATBB, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ഇൻ മലയാള ഫിലിം ഇൻഡസ്ട്രി. കറക്റ്റ് പറഞ്ഞാൽ മഞ്ഞുമേൽ ബോയ്സിൻ്റെ റെക്കോർഡ് മീൻസ് 240 കോടി. ഗയ ടാറ്റ ബൈ ബൈ ഗയ. ഐ എന്താ പറയണം, അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം. ഒരു കാര്യം സോറി ഒരു കാര്യം വിട്ടുപോയി. ക്യാമിയോ. ഞാൻ ക്യാമിയോയുടെ കാര്യം ഞാൻ പറയാനാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ക്യാമിയോ ഞാൻ വിചാരിച്ച ആളില്ലായിരുന്നു. നിങ്ങൾ വിചാരിച്ച ആളാണോന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഒന്നുമില്ല, ഞാൻ വിചാരിച്ചെന്ന് ഡോൺലി ആണ് വില്ലെന്നാണ്, മീൻസ് ക്യാമിയോ വരുന്നതെന്നാണ്. പക്ഷേ ട്വിസ്റ്റ് കൊള്ളാം. ഐ ലവ് ദ ട്വിസ്റ്റ്. വേറെ ആരുമില്ലടെ. അയാളുടെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അറിയാവുന്നത് നമ്മുടെ ബ്രൂസ് ലീ, അയാളുടെ പടങ്ങൾ എന്ന് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാവുന്നത് മറ്റേ നമ്മുടെ ബ്രൂസ് ലീ ഏട്ടനില്ലടേ ഇപ്പം മരിച്ചു പോയ ആൾ. അയാളുടെ ഗുരുവിൻ്റെ ബയോപിക്ക എന്തോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. അങ്ങനെയുള്ള അങ്ങനെ അറിയാം. പിന്നെ അങ്ങേരുടെ ഫസ്റ്റ് ഇന്ത്യൻ സിനിമയാണ്. റിക്കിയോൺ എന്നാണ് ആളുടെ പേര്. ഞാൻ വീണ്ടും പറയണം, അങ്ങേര് പൊടിച്ചടുക്കിയിട്ട. പിന്നെ അതാണ് ഈ സിനിമയിലെ ഹൈ പോസിറ്റീവ് എന്ന് പറയണത്. നെഗറ്റീവ് എന്ന് പറയാനൊന്നുമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ലാലേട്ടൻ്റെ എൻട്രിയൊക്കെ ഒരു വേറെ ലെവൽ. സാധാ ആ സീൻ കാണണം. നമ്മൾ എല്ലാ മസാലയും കാണുന്ന കണക്ക് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ ലൈനായിട്ട് നിൽക്കണ്. അതിലൊരു വില്ലൻ്റെ ഗ്രൂപ്പായിട്ട്, അത് വേറെ കാര്യം. വില്ലൻ്റെ ഇതിലാണല്ലോ നമ്മൾ അങ്ങനെ കാണാറ് കൂടുതൽ. അതുകൊണ്ട് പിന്നെ അങ്ങനെ നിൽക്കണം. എന്നിട്ടും ഏറ്റവും ഫ്രണ്ടിൽ കിടക്കണം വണ്ടിയുടെ ഫ്രണ്ടിലൊരു ഹെലികോപ്റ്റർ, സൈഡിലൊരു ഹെലികോപ്റ്റർ, ഏറ്റവും പിന്നെ അവസാനം കിടക്കണ വണ്ടിയുടെ ബാക്കിലൊരു ഹെലികോപ്റ്റർ. എന്നിട്ടൊരു വെടിവെപ്പുണ്ട് മാനാ. ഭാഗ്യത്രിന്ന് കോപ്പി അടിച്ചാണോന്ന് ചോദിച്ചാൽ അതേ നിന്ന് ഞാൻ പറയും. ഭാഗ്യത്രിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ട് ആ സീൻ. പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഭാഗ്യത്രിയിൽ ആ സീൻ കാണുമ്പോൾ ചിലർക്ക് ദേഷ്യം കയറി രോമാൻറ്റിഫിക്കേഷൻ ആയിരിക്കില്ല കിട്ടുന്നുണ്ടാവുക, വല്ല തെറിയും വിളിയായിരിക്കും വിളിക്കുക ഞാൻ. പക്ഷേ ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഐ ലവ് ദാറ്റ് സീൻ. അതൊന്ന് ഇൻസ്പയർ ആയിട്ടാണ് കുറച്ചെന്നേ ഞാൻ പറയുള്ളൂ. ഫുള്ളായിട്ടൊന്നും ഞാൻ പറഞ്ഞേ എൻ്റെ എയറിലാക്കി തൂക്കും. ഞാൻ കാര്യമായിട്ട് പറയുകയാണ്, കുറച്ചൊക്കെ അതിന്ന് ഇൻസ്പയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലൂസിഫറിലെ ഇയാളുടെ അയാളുടെ പേരെനിക്ക് അറിഞ്ഞോളൂ കേട്ടോ. മറ്റേ ഇൻ്റർപോൾ ഓഫീസർ, മറ്റേ സ്റ്റാർട്ടിങ്ങിലൊന്നും കാണിക്കണത് ലൂസിഫറിൻ്റെ അങ്ങനെ രീതിയിൽ വില്ലനാണ്, ഡബിൾ ഏജൻറ്റ്. അയാളെ നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോയിൽ എന്ന ലാലേട്ടൻ വെടിവെച്ച് കൊല്ലും. പിന്നെ ഇതിൽ നമ്മുടെ ലൂസിഫറിൻ്റെ അവസാനം ഒരാൾ നമ്മുടെ ലാലേട്ടൻ്റെ ഹെലികോപ്റ്ററിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. അങ്ങേരും ഈ പടത്തിൽ വില്ലൻ തന്നെ ആ ട്വിസ്റ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു രാജുവേട്ടൻ. എന്നിട്ട് അയാളെയും കൊല്ലും, അപ്പം തന്നെ കൊല്ലും. എന്നിട്ട് ഒരു ട്രെയിനിൻ്റെ അകത്ത് ഒരു ബാഗിലിട്ടിട്ട് ഹാഗിലിടും. നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കണക്ക്. പിന്നെ എറിക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ഡീപ്പ് വോയിസ് ആണ്. അങ്ങനെ അടി വെച്ചിട്ടുണ്ട്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ്സിൻ്റെ കുറച്ച് ഇനിയും പറയണമെങ്കിൽ സംഭവം ഒന്നും ഇല്ലടി. ഇനി L3 സംഭവം എന്താ കഥ എന്ന് എനിക്ക് മനസ്സിലായി. സംഭവം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് പിന്നെ നിങ്ങൾ റൂമേഴ്സ് പറഞ്ഞ കണക്ക് ടൊവിനോയും ഈ പടത്തിൽ വില്ലൻ തന്നെയാണ്, അതിനൊരു സംശയവും വേണ്ട. എന്നിട്ട് പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഇവൻ നന്നാവും. നമ്മുടെ
ടൊവിനോ നന്നായി ഹെലികോപ്റ്ററിൽ കയറി ഒന്ന് പറന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം തന്നെ നമ്മുടെ ജിറോമണ്ണൻ വിളിക്കും. ജിറോമണ്ണൻ്റെ ഫോണിൽ നിന്ന് ഇങ്ങേരെ വിളിക്കും, നമ്മുടെ ലാലേട്ടനെ വിളിക്കും. ലാലേട്ടൻ ഫോൺ എടുക്കും, പക്ഷേ ഇയാളെ കെട്ടിയിട്ടിട്ട് മറ്റേ ഗൺ പോയിന്റിൽ വെച്ചിരിക്കുക എന്നുള്ള റിക്യൂണണ്ണൻ യൂണണ്ണൻ വെച്ചിട്ട് നീ എൻ്റെ അനിയനെ കൊന്ന്, അപ്പം ഞാൻ എൻ്റെ അനിയനെ കൊല്ലും. കൊന്ന് എന്നിട്ട് L3 ദി ബിഗിനിങ് ഡിവിൽ വേഴ്സസ് ഡ്രാഗൺ അതെന്തായിരിക്കും, അങ്ങനെയാണ്. എന്നിട്ട് ലാസ്റ്റ് വേറെ സാധനം ഉണ്ട് കേട്ടോ. ഇത് കാണിച്ചതിന് ശേഷം ചൈനയിൽ ഇങ്ങരുടെ ചരിത്രം എനിക്ക് അറിഞ്ഞേ തീരുമെന്ന് പറഞ്ഞിട്ട് അവിടെ അവസാനിക്കുന്നു വിചാരിച്ചു. പക്ഷെ ലാലേട്ടൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് അതിലൂടെ കാണിക്കുന്നുണ്ട് വരുന്നത് സീൻ. അതോടെയാണ് അവസാനിക്കുന്ന പടം. എന്നിട്ട് L3 ലൂസിഫർ 3 ദി ബിഗിനിങ്. പക്ഷെ അത് ബിഗിനിങ് ആണ്. അപ്പം ഇതിന് എത്ര പാർട്ടടേ? അതെനിക്ക് മനസ്സിലാവണില്ല. ഈ പടത്തിന് എത്ര പാർട്ട്? 3 പാർട്ടെന്ന് രാജുവേട്ടൻ പറഞ്ഞ്, പക്ഷെ അത് 3 പാർട്ടിൽ തീരണ സാധനമൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ പറയുക, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, അത് നമ്മളത്തെ സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ ഡെൽറ്റ ബസ്കസ്.